ഇപ്പൊ നിങ്ങൾക്ക് പുതിയൊരു ട്രെൻഡ് കാണാം. വീട്ടമ്മയായിരുന്ന എൻ്റെയും നിങ്ങളെയും ഒക്കെ ഭാര്യമാർ അല്ലേ? എൻ്റെ ശബ്ദം കേൾക്കുന്ന വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. 40 വയസ്സും 45 വയസ്സും പ്രായമുള്ളവർ സ്ത്രീകളുണ്ട്. ഇപ്പൊ ഈ പെണ്ണുങ്ങളാകെ ഒരു അസ്വസ്ഥാണ്. ഈ വീട്ടിനകത്ത് വീട്ടിലെ പണിയെടുത്ത് കുട്ടികളെ നോക്കി അങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് 2 പേര് പറയും. ഒന്ന് ഹൗസ് വൈഫ് എന്ന് പറയും. പിന്നെ ആ പേര് അവർക്ക് കേട്ടിട്ട് ഒരു മടി തോന്നിയപ്പം അവർ തന്നെ അതിൻ്റെ പേര് മാറ്റിയിട്ട് ഹോം മേക്കർ എന്നാക്കി. ഉണ്ടല്ലേ? ആരെക്കുറിച്ചാണ് ഞാൻ പറയണമെന്ന് അറിയോ? പുറത്തു പോയി സാമ്പത്തികമായി ശമ്പളം വാങ്ങാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീ. അതൊരു മോശം അവസ്ഥ ഒന്നുമല്ല. ഒരു സ്ത്രീക്ക് ജോലിക്ക് പോവാം, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സ്ത്രീക്കുണ്ട്, ഇസ്ലാമിലുണ്ട്. പെണ്ണിന് പണമുണ്ടാക്കാം, വേണ്ട എന്നല്ല ഞാൻ പറയണത്. വീട്ടിൽ ജോലി ചെയ്യാതെ കുടുംബം നോക്കി വീട്ടമ്മയായി കഴിയുന്ന സ്ത്രീകൾ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ ആ സ്ത്രീകളൊക്കെ ഇപ്പൊ ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കണ്ടിട്ട് ഇവർക്കൊരു ചൊറിച്ചിൽ തുടങ്ങിയാണ്. എന്നിട്ട് പറയും, ഞാൻ അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അതിനിപ്പോൾ എന്താ, എന്തെങ്കിലും ഒരു ജോലി കാണും അല്ലേ? ഇപ്പൊ എന്തൊക്കെയാ പെണ്ണുങ്ങൾക്ക്? മൈലാഞ്ചി വിക്കൽ, ചുരിദാർ വിക്കൽ, പർദ്ദ വിക്കൽ, ഷോള് വിക്കൽ, ഓൺലൈൻ. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യണത്? എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക, കുട്ടികളെ നോക്കില്ല, വീട്ടിലെ പണിയില്ല. കാരണം ഇത് വിൽക്കണ്ടേ? എന്തിനാ അത് വിൽക്കണത്? എല്ലാത്തിനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൈ കാട്ടണ്ടല്ലോ. അപ്പൊ നമ്മളും വിചാരിക്കും, എന്തിനപ്പം നീ കൈ കാട്ടണ്? അല്ല, ഇങ്ങനെ കൈ കാട്ട്, നീ എന്താ തെണ്ടിയാ? അപ്പൊ ആ പെണ്ണിന് തോന്നി തുടങ്ങി. എങ്ങനെ തോന്നിയത്? ഇൻസ്റ്റഗ്രാമിന്റെ സ്വാധീനമാണത്. വീട്ടിലിരിക്കുക എന്നത്, മക്കളെ നോക്കുക എന്നത്, വീട് വൃത്തിയാക്കുക എന്നത് ഒരു മഹാമോശം പണിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും വേണം ഇത്തിരിയൊക്കെ പൈസ ഉണ്ടാക്കുക എൻ്റെ ആവശ്യത്തിന്. അപ്പൊ പിന്നെ ഈ ഭർത്താവ് ഗൾഫിൽ പോയി ഉണ്ടാക്കിയ ആരാവശ്യത്തിനാ? ആണുങ്ങളെ കുറിച്ച് പറയാൻ ഒരു മനുഷ്യനും ഇല്ലല്ലോ. പാവങ്ങൾ ആരാള്? നിങ്ങളൊരാണിൻ്റെ ജീവിതത്തെ എപ്പോഴെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കിയണോ? മഹാകഷ്ടാണ്. ആരതിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു വനിതാ കമ്മീഷൻ, പുരുഷ കമ്മീഷൻ ഉണ്ടോ നമുക്ക്? ആരോടും പറയാനില്ലല്ലോ. അത് എല്ലാം ഉണ്ടാവുക. എന്നാലൊന്ന് പൊട്ടിക്കരയാൻ പറ്റുമോ? ഈ പെണ്ണുങ്ങൾക്കാണ് കരഞ്ഞാൽ മതി, മാന്ന് വിളിച്ച് ഒറ്റ കരച്ചില്ല. ആണുങ്ങൾ ആരെങ്കിലും പാപ്പാന്ന് വിളിച്ച് കരയണ കണ്ടിടോ? ഞാൻ ആണുങ്ങൾ കരയണ കണ്ടിട്, പൊട്ടി കരയും. പക്ഷേ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്ത് വൃത്തിയാക്കിയിട്ടേ പുറത്തിറങ്ങുള്ളൂ. കരഞ്ഞതിൻ്റെ അടയാളം പോലും ബാക്കിയാവില്ല. അതുകൊണ്ടാണല്ലോ ഹൃദയം പൊട്ടിയും തലച്ചോറിനകത്തെ സ്ട്രോക്ക് വന്നിട്ട് വേണം അധികം ആണുങ്ങൾ മരിച്ചു പോകുക. സമ്മർദ്ദം താങ്ങാനാവാതെയാണത്. എന്തുകൊണ്ടാണ് സമ്മർദ്ദം? ആണുങ്ങൾ കരയില്ല, പെണ്ണുങ്ങളിത് കരഞ്ഞാണ്ട് തീർക്കും. എല്ലാവരും വിളിച്ച് കരയും, താത്തനെ വിളിച്ച് കരയും, ഉമ്മനെ വിളിച്ച് കരയും അല്ലേ? കരച്ചില്ല. ആണുങ്ങളോ? നിങ്ങൾ ആരെയും ചിന്തിച്ചു നോക്കിയണോ? എന്തിനാ ഈ ചെങ്ങാതി ജീവിച്ചത്? ഗൾഫിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ 14-16 മണിക്കൂർ ജോലി. അയാൾ എന്ത് ജീവിതമാണ് ജീവിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് പടന്നേലാണല്ലോ. കാഞ്ഞങ്ങാടും കാസർഗോഡും പയ്യന്നൂരും ഒക്കെയുള്ള മിക്കവാറും ആണുങ്ങളുടെ പ്രധാനപ്പെട്ട പണി ഗൾഫിലാണല്ലോ. എന്നിട്ടോ മരിക്കാൻ നേരത്താണല്ലോ പുരയൊക്കെ തിരിച്ചു തരിക. താടിയും മുടിയും നിരച്ച്, കാലിൻ്റെ മുട്ടുകാലിൽ സ്റ്റെപ്പ് കയറാൻ കഴിയാതെ അങ്ങനെയല്ലേ ഗൾഫിൽ തിരിച്ചു വരിക അല്ലേ? എന്തിനായിരുന്നു ഈ മനുഷ്യൻ ജീവിച്ചത് എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അയാൾ എന്താ ജീവിച്ചതെന്ന്? നിങ്ങൾക്ക് വേണ്ടി മണിമാളികകൾ പണിത്, AC ഫിറ്റ് ചെയ്ത്, സകല സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ആ മനുഷ്യൻ കിടന്നത് 3-4 പേര് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചെറിയ റൂമിലാ. അയാളുടെ മുഴുവൻ യുവത്വവും അവിടെ തീർന്ന് 14 മണിക്കൂർ ജോലി ചെയ്തിട്ട് അയാൾ സമ്പാദിച്ചു കൊണ്ടുവന്നതാണ് നിങ്ങൾ ആസ്വദിച്ചത്. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയുക, നിങ്ങൾക്ക് മുമ്പിൽ കൈ നീട്ടണോ ഞാൻ എന്ന്. എന്നിട്ട് അതിന് വേണ്ടിയാണ് കുറെ ഓട്ടപ്പാച്ചിൽ, കുറെ നെറ്റ്, ഇന്റർനെറ്റ്. ആരോടാ പറയേണ്ടത്? ഇത് സംസാരിച്ചാലോ? ഇത് നാളെ യൂട്യൂബ് കാണുമ്പോൾ ഇയാൾ ആണുങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമാണ്. ഇയാൾ ആണുങ്ങളെ വാകാ പറയാ, പെണ്ണുങ്ങളെ വാങ്ങാൻ പറഞ്ഞാലോ ഇയാൾ പെണ്ണുങ്ങളെ വാകാ പറയാ. പിന്നെ ആണും പെണ്ണില്ലാതെ ഞാൻ ആരെ വാകാ പറയണ്ട്? ആരോടതൊക്കെ ചോദിക്കുക നമ്മൾ? ആണുങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒരു പ്രശ്നമില്ല, ഓട്ടപ്പാച്ചിലുകളാണ്. നിങ്ങൾ നോക്കൂ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യനെടുത്ത് നോക്ക്, ഇവിടെ ഉണ്ടാവും കാക്കിയിട്ട മനുഷ്യൻ. അയാൾ ഓട്ടോറിക്ഷ കൊണ്ട് നിർത്തുക. ഓട്ടോറിക്ഷയിൽ ഇന്ന് വരെ ഒരൊറ്റ ഓട്ടോറിക്ഷയിലും AC ഇല്ല. ഓട്ടോറിക്ഷ ഇല്ല, ഒറ്റ ഓട്ടോറിക്ഷയിൽ AC ഇല്ല. ഇവിടെ ഉണ്ടോ? കാഞ്ഞങ്ങാട് ഉണ്ടോ? ഇല്ല. ഇതുവരെ ഓട്ടോറിക്ഷ ഫുൾ ഓപ്ഷൻ AC ഇറങ്ങിയിട്ടില്ല. ആ ഓട്ടോറിക്ഷൻ്റെ മേലെ ടാർപ്പായാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാ. ഇത് കൊണ്ടുപോയിട്ട് റോട്ടുമ്മലിട്ടത് വെയിലത്താ. ഇത് തണലത്തിട്ട ആൾക്കാർ വരില്ല, ആ വരിയിലിടണം. ആ വെയിലത്ത് ഓട്ടോറിക്ഷ ഇട്ടിട്ട ടാർപ്പായിൻ്റെ അടിയിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ മനുഷ്യനുള്ളത്. ഞാനൊരിക്കലും ഒരു ഓട്ടോയിൽ കയറിയപ്പോൾ അയാളെ സീറ്റിൻ്റെ സൈഡിലുണ്ട് 2 ലിറ്ററിൻ്റെ 2 കുപ്പിയിൽ ഇങ്ങനെ വെള്ളം. അല്ല, വേനൽക്കാല. സീറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കുപ്പി വെക്കാനുള്ള ഒരു സാധനം ഹോൾഡർ ഉണ്ട്. അതിൽ പച്ച കുപ്പിയിൽ 2 ലിറ്ററിൻ്റെ 2 കുപ്പിയിൽ 4 ലിറ്റർ വെള്ളം. അപ്പം ഞാൻ ഇങ്ങനെ സ്വാഭാവികമായിട്ട് പൈസ എടുക്കുന്നത്, എന്താ കുറേ വെള്ളം ഉണ്ടല്ലോ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, സാറേ
ഇത് മുഴുവൻ ഞാൻ ഒരു ദിവസം കുടിച്ചു തീർക്കും. കാരണം എൻ്റെ സ്റ്റാൻഡിൽ വെയിലാണ്. ഈ ടാർപ്പായ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ പതയ്ക്കും. അതിങ്ങനെ പതയ്ക്കുമ്പോൾ വിയർത്തൊലിച്ചിട്ട് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ. എന്നിട്ടോ അടുത്ത ആൾ വന്ന് ഓട്ടോറിക്ഷ കയറി കിട്ടുന്ന 50ഉം 100ഉം 30ഉം 20ഉം ചേർത്ത് വെച്ചിട്ട് ഇയാൾ വളർത്തിയത് ഇയാളെ മക്കളെയാണ്, ഇയാളെ കുടുംബമാണ്. എന്നിട്ട് ചോദിക്കുകയാണ് ഒരു ഉളുപ്പില്ലാതെ, കൈ നീട്ടണ്ടേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എല്ലാത്തിനും.